നമ്മളെല്ലാവരും പലതരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈവായിരിക്കും. ഇപ്പം ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ കാണുന്നവരുണ്ടാകും. ഇനി അതല്ല, അത് കാണാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോസ് കാണുന്നുണ്ടാവും. ഇനി അതൊന്നും അല്ലെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈവ് പോകുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്തായിരിക്കും, ഈ റെക്കോർഡഡ് വീഡിയോനെയും അതേപോലെ തന്നെ ലൈവിനെയും കമ്പയർ ചെയ്യുമ്പം ലൈവിൽ കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് നമ്മൾ പൊതുവേ കാണാറുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഒരു ലൈവായിട്ടുള്ള ഒരു സംഭവമാണോ, അത് ക്ലാസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ലൈവാണോ പ്രിഫർ ചെയ്യുന്നത് അതോ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആണോ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജസ്റ്റ് ഒരു പേഴ്സണൽ പ്രിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പക്ഷേ നമ്മൾ മെജോറിറ്റി മക്കളും ചോദിക്കാറുള്ളത് മിസ് ലൈവ് ക്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കുട്ടികളും ചോദിക്കാറുള്ളത് മിസ് ലൈവ് ക്ലാസ് വേണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ലൈവായിട്ടൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്കതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേഗം നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഏതിലുണ്ടാവും, നമ്മുടെ ലൈവ് ക്ലാസ്സിലുണ്ടാകും. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ലൈവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട്, അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലൈവായിട്ട് തന്നെ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി അതല്ല, ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് വേർഷൻ കാണുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് ഉണ്ടായിരുന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലേ, നമുക്കതെന്താണോ ഇങ്ങനെയും ഒരു ചിന്ത വരാമായിരുന്നല്ലോ, ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇനി അതൊന്നും അല്ല, ചിലപ്പോൾ കുറച്ച് മക്കൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ കുറച്ച് പേർക്ക് എന്തായിരിക്കും റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഒന്ന് ലൈവ് അത് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുമ്പോഴേ അത് പറ്റുള്ളൂ. ചിലപ്പോൾ ആ ലൈവിൻ്റെ ടൈം എന്തായിരിക്കും, നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല നിങ്ങൾ. കാരണം ഓരോ കുട്ടികളും ഓരോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ്, നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ചില മക്കൾക്ക് എന്താണ് ഇങ്ങനെ ഒരേ നേരം ഇരുന്ന് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളായാലും എന്തായാലും അത് റെക്കോർഡഡ് ആയിട്ട് കാണുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതെന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എന്താണ് ഫാസ്റ്റ് അടിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, ഇപ്പം നമുക്ക് അറിയുന്ന ടോപ്പിക്കാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്കിത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ലൈവ് ആയിക്കോട്ടെ റെക്കോർഡഡ് ആയിക്കോട്ടെ രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മളുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ മുതൽ ഉണ്ടാകുന്നത് നമ്മളുടെ ബാച്ചിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ നമ്മളുടെ ഉയരേ ബാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉയരേ ബാച്ചിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിലെയും എല്ലാ ക്ലാസ്സുകളും എൻ്റെ മക്കൾക്ക് എന്താണ് ലൈവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോഴെന്താ നമ്മളുടെ സമയമൊന്നും നമുക്കെന്താ നഷ്ടപ്പെടുത്താതെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ലൈവായിട്ട് പഠിച്ച് നമ്മളുടെ സംശയങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് ഇൻറ്ററാക്റ്റീവായിട്ട് പോകാൻ പറ്റും. അപ്പോഴാണ് അപ്പം മിസ് റെക്കോർഡഡ് വീഡിയോ പ്രിഫർ ചെയ്തവരോ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവരോ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസും ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്താണ് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസാണ്. നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസിന് നിങ്ങൾക്ക് സ്പീഡ് അടിച്ച് കാണാനും നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്തിന് കാണാനും നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് റെക്കോർഡഡ് വീഡിയോസും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ് പ്രിഫർ ചെയ്യുന്ന മക്കളായിക്കോട്ടെ റെക്കോർഡഡ് ക്ലാസ് പ്രിഫർ ചെയ്യുന്ന മക്കളായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തന്നെ എവിടെ ഉണ്ടാകും, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഒരേ ബാച്ചിലുണ്ടാകും. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മൾ PDF ആയിട്ട് അയച്ചു തരുന്നുണ്ടാകും. കാരണം നമ്മുടെ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ പലപ്പോഴും വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ ആ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല, പിന്നെ അതൊന്നുകൂടി കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവിൻ്റെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ലൈവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഇനി അതല്ല, നിങ്ങൾക്ക് എന്താണ് ആ ടീച്ചർ എഴുതിയ അതേ നോട്ട് തന്നെ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ചില മക്കൾ എന്താണ് നോട്ട്സ് ഒന്നും എഴുതാൻ അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ നോട്ട്സ് എഴുതുന്നതിൽ ടൈം പാസ്സാണ് അല്ലെ ടൈം പോക്കാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ PDF നോട്ട്സ് ഉണ്ടാകും. ഇനി അതല്ല, ചില മക്കൾക്കാണ് ഇപ്പോൾ മിസ്സിനൊക്കെ ആണെങ്കിൽ ടീച്ചറുടെ നോട്ടും അതിൻ്റെ കൂടെ എൻ്റെ നോട്ടും കൂടെ ഞാൻ എഴുതിയ പേഴ്സണൽ നോട്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോട്ട് എഴുതാം. ഇനി PDF നോട്ട്സും അവൈലബിൾ ആവും. ചില ആൾക്കാർക്കാണെങ്കിൽ
ആൻഡ് എഗെയിൻ എനിക്ക് ഫോണിൽ നോട്ട് കാണുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ഹാർഡ് കോപ്പി ഉണ്ടാവണതാണ് എനിക്ക് താല്പര്യം. അതായത് എനിക്ക് പേപ്പറും പെന്നും നിർബന്ധമാണ്. എനിക്കിങ്ങനെ അണ്ടർലൈനൊക്കെ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് ഉണ്ടാകും. അതും മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണത്തിന് മുൻപ്, ക്രിസ്മസിന് മുമ്പ്, പിന്നെ നിങ്ങളുടെ മോഡൽ എക്സാമിന് മുൻപ് നമ്മുടെ എക്സാമിനറിൻ്റെ മോഡൽ എക്സാം. ഇനിയോ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. അതായത് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾക്കത് എത്രത്തോളം നമുക്കത് മനസ്സിലായിട്ടുണ്ട്, നമുക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് എക്സാം. ആൻഡ് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ എക്സാം ഇന്നാണ്ട് ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ നെക്സ്റ്റ് ഇയർ എവിടെയാണ്, നമ്മുടെ ഉയരേ ബാച്ചിലാണല്ലേ. അപ്പോൾ നമ്മുടെ ഉയരേ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡഡ് വീഡിയോ വേണ്ടവർക്ക് റെക്കോർഡഡ് വീഡിയോ, അതല്ല ലൈവ് വേണ്ടവർക്ക് ലൈവ് എല്ലാം ഉണ്ടാകും. ഓക്കെ. ഇനി അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ കൊമേഴ്സ് ആണ് എടുക്കുന്നത്, നിങ്ങളിപ്പോൾ കൊമേഴ്സിലുള്ള മക്കളാണ് മിസ്സിൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ഇങ്ങനെ പേഴ്സണൽ പ്രിഫറൻസ് ആക്കി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. ആൻഡ് കൊമേഴ്സിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, നമ്മുടെ ജ്വാല ബാച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ +2 നിങ്ങൾക്ക് കൊമേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഓൾറെഡി +1 നിങ്ങൾ നീറ്റിന് സ്വയം ചിലപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇനി അതല്ല, ചിലപ്പോൾ നിങ്ങൾ നമ്മളെ +1 നമ്മളുടെ എക്സാമിനാണ്ട് പൃഥ്വി ബാച്ചിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇനി അതല്ല, ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നീറ്റിനോ ജെഇക്കൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എക്സാമിനാണ്ട് കൂടെ നെക്സ്റ്റ് ഇയർ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേദ ബാച്ച് ഉണ്ട്, നമ്മുടെ നീറ്റിൻ്റെ ബാച്ചാണ്. ദെൻ അതേപോലെ വീര ബാച്ച് ഉണ്ട്, നമ്മുടെ ജെയുടെ ബാച്ചാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് സെപ്പറേറ്റ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസ്, നോട്ട്സ്, ലൈവ് ക്ലാസ്, ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ ഉണ്ടാകും, നമ്മുടെ ഈ ബാച്ചുകളിലും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഉയരേ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങളിനി കൊമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ. നമ്മുടെ ജ്വാല ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് നീറ്റ് വേണമെങ്കിൽ വേദ ബാച്ച് ഉണ്ട്, വീര ബാച്ച് നിങ്ങൾക്ക് ജെഇക്ക് വേണ്ടിയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ ആ ഒരു ലാസ്റ്റ് ഫേസ് അല്ലേ, +2 പഠിക്കും. ഓക്കെ.